വീണ്ടും മലയാളി കുടുംബത്തിന് നേരെ അയർലൻഡിൽ വംശീയ ആക്രമണം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ അഗ്നിക്കിരയാക്കി. കാർ പൂർണ്ണമായും കത്തി നശിച്ചതായും പൂന്തോട്ടത്തിനും ടെലിഫോൺ സംവിധാനത്തിനും നാശം സംഭവിച്ചതായും നോർത്തേൺ അയർലൻഡ് പോലീസ് സർവീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ ലിമാവാഡിയിൽ ഐറിഷ് ഗ്രീൻ സ്ട്രീറ്റ് പ്രദേശത്ത് താമസിക്കുന്ന മലയാളി കുടുംബത്തിന്റെ കാറാണ് കത്തിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. CCTV മൊബൈൽ ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണത്തിനും ശ്രമം നടക്കുന്നുണ്ട്. സംഭവത്തെ അപലപിച്ച് DUP കൗൺസിലർ ആരോൺ ക്യാലൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം അതിക്രമങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമില്ല എന്നും അക്രമം നടത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ലിമാവാഡി ആരെയും സ്വീകരിക്കുന്ന നഗരമാണെന്നും വംശീയ വർണ്ണ അതിക്രമങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി കുടുംബത്തിന്റെ കാർ കത്തിച്ചതായും കഴിഞ്ഞയാഴ്ച മറ്റൊരു കുടുംബത്തിന്റെ കാറിന്റെ 4 ടയറുകളും കുത്തിപ്പൊട്ടിച്ച സംഭവമുണ്ടായതായും പ്രദേശത്തെ മലയാളി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാർക്ക് നേരെയുള്ള അതിക്രമമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും സമാന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്നും മലയാളി കുടുംബങ്ങൾക്ക് ഗ്രൂപ്പ് അംഗങ്ങൾ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ലണ്ടൻ ഡെറി കൗണ്ടിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ അടുത്തിടെയായി വംശീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. അടുത്ത കാലത്ത് കൊളറൈനിൽ മലയാളികൾക്ക് നേരെ അതിക്രമമുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ യുവാക്കൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ മാസം ആദ്യ ആഴ്ചയിൽ ബെൽഫാസ്റ്റ് സിറ്റി ആശുപത്രി റെയിൽവേ സ്റ്റേഷനിൽ മലയാളി മധ്യവയസ്കനെതിരെ ഒരുപറ്റം യുവാക്കൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. വൃക്കരോഗിയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനുമായ ഇദ്ദേഹത്തിന് ചികിത്സാ ആവശ്യത്തിനെത്തുമ്പോഴാണ് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. ഡൊണാഗൾ റോഡിലുണ്ടായ സംഭവത്തെ ഗുരുതരമെന്നാണ് പോലീസും വിശേഷിപ്പിച്ചത്. സംഭവത്തിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഡൊണാഗൾ റോഡിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെ ആക്രമണം നടത്തുകയും മോഷണവും 5ലേറെ വർണ്ണവിവേചന അതിക്രമവും നടത്തുകയും ചെയ്ത സംഭവത്തിൽ 12കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത യുവാവിനെ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.